നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. വരണന്റെ താലി കഴുത്തിലണിഞ്ഞ ആണല്ലേ കർമ്മങ്ങളൊക്കെ ചെയ്യേണ്ടത്. അത് ഞാനല്ലേ. അപ്പോ വ്രതം എടുക്കേണ്ടതും പൂജക്കിരിക്കേണ്ടതും ഞാനല്ലേ. നീ വ്രതത്തിൽ ഇരിക്കുന്നതിന് മുമ്പ് പണം നിന്റെ അക്കൗണ്ടിൽ എത്തുമെന്ന് പറഞ്ഞാൽ എത്തിയിരിക്കും. മനസ്സിലായോ? വരുൺ, ഒരു കാര്യം കൂടി. പൂജ അവസാനിക്കുന്നത് വരെ അച്ഛനും ചേച്ചിയൊക്കെ ഔട്ട് ഹൗസിലുണ്ടാവും. ചേച്ചിയോടുള്ള വരുണിന്റെ പെരുമാറ്റം none of your business. ഈ ദിവസക്കൂലി എണ്ണി വാങ്ങുന്നവളെ വേറെ ഒരു കാര്യത്തിനും ഇങ്ങോട്ട് അഭിപ്രായം പറയാൻ വരണ്ട. അങ്ങനെ എന്തിനെങ്കിലും ശ്രമിച്ചാൽ നീ ഒരു പെരുങ്കള്ളിയാണെന്ന് നിന്റെ കുടുംബക്കാരുടെ മുമ്പിൽ തെളിയിച്ചിട്ട് ഞാൻ ഇവിടെ നിന്ന് ഇറക്കി വിടും. വില വേശം ഉറപ്പിച്ചിട്ടുണ്ടല്ലോ. അവിടം വരെ മതി. എന്നെ നിയന്ത്രിക്കാനോ അനുസരിപ്പിക്കാനോ നീ ശ്രമിക്കരുത്. എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ. പണം കിട്ടിയ പിന്നെ എനിക്കെന്താ? പ്രിയങ്ക, എത്ര നാളായി താൻ വിളിച്ചിട്ട്? ഞാൻ പറഞ്ഞിരുന്നില്ല ശരത്തെ, കാര്യങ്ങളെല്ലാം ശരിയായതിനു ശേഷം മാത്രമേ ഞാൻ വിളിക്കുള്ളൂ എന്ന്. ഇപ്പൊ എല്ലാം ശരിയായോ? എന്റെ അക്കൗണ്ടില് ഇന്ന് പണം എത്തും. റിയലി? എത്തും. അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം കഴിഞ്ഞാൽ പിന്നെ പണിമംഗലം കുടുംബം ഉണ്ടാവില്ല. ശരത്തൊരു കാര്യം ചെയ്യും, നമ്മുടെ സിനിമയുടെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് റെഡിയാക്ക്. വൈകുന്നേരത്തിനുള്ളിൽ പണത്തിന്റെ കൺഫർമേഷൻ ഞാൻ തരാം. പണത്തിന്റെ പ്രശ്നമേ ബാക്കിയുള്ളൂ, ബാക്കി എല്ലാം സെറ്റാ. ഓക്കെ പ്രിയങ്ക, ഞാൻ എല്ലാം ഉറപ്പിക്കാം. വൈകുന്നേരത്തിനുള്ളിൽ താൻ വിളിക്കുമല്ലോ അല്ലേ? ഞാൻ വിളിക്കാം. ഞാൻ അങ്ങോട്ട് വരണോ? അല്ല, ഇങ്ങോട്ട് വരുമൊന്നും വേണ്ട. ഇവിടെ എന്തോ ഐശ്വര്യ പൂജ എന്തോ നടക്കുന്നുണ്ട്. അതിന്റെ എന്തോ കർമ്മങ്ങളൊക്കെ ഞാൻ ചെയ്ത് തീർക്കാനുണ്ട്. വാങ്ങുന്ന കാശിന്റെ കൂലി അത് കഴിഞ്ഞാൽ ഞാൻ ഫ്രീയാ, എല്ലാ അർത്ഥത്തിലും. ശരി ചേർത്തെ, നീ പിന്നെ വിളിക്കാം. പ്രിയങ്ക അത് നടത്തിയെടുക്കുമെന്ന് എനിക്കറിയാം. ഇനിയാണ് എന്റെ സമയം. ഭഗവാനെ, വരണന്റെ താലി കഴുത്തിലണിഞ്ഞ ആണല്ലേ കർമ്മങ്ങളൊക്കെ ചെയ്യേണ്ടത്. അത് ഞാനല്ലേ. അപ്പോ വ്രതം എടുക്കേണ്ടതും പൂജക്കിരിക്കേണ്ടതും ഞാനല്ലേ. എനിക്ക് പകരം പ്രിയങ്ക ഇരുന്നതുകൊണ്ട് വരണ്ട ആപത്തൊഴിയുന്നില്ലല്ലോ. ഞാനാണോ എല്ലാം ചെയ്യേണ്ടത്? മതി. ഇനി കർമ്മങ്ങളൊക്കെ ഞാൻ അനുഷ്ഠിച്ചോളാം. വ്രതങ്ങൾ ഞാൻ തുടങ്ങാം. വരുന്നൊരാപത്തും വരുത്തത് കാത്തോളെ ഭഗവാനെ.
ഭക്ഷണം എടുത്തു വെച്ചിട്ടുണ്ട്, കഴിക്കാം. എനിക്ക് വിശപ്പില്ല അമ്മേ. നിങ്ങൾ കഴിച്ചോ? അതെങ്ങനെയാ അത്താഴപ്പട്ടിണി കിടക്കുന്നേ? വാ കുട്ടി. ആ, അല്ല അമ്മ, എനിക്ക് വേണ്ടഞ്ഞിട്ടാ. നിങ്ങൾ പോയി കഴിച്ചോ. എനിക്കാണെങ്കിൽ ഉറക്കം വരുന്നുണ്ട്. ഇത് കണ്ടോ, ഭക്ഷണം കഴിക്കാൻ വിളിച്ചിട്ട് അവക്ക് വിശപ്പില്ലെന്ന്. എന്താ മോളെ, സുഖമില്ലായ്മ വല്ലതും ഉണ്ടോ? ഏയ് ഒന്നുമില്ല അച്ഛാ. ഞാൻ ഈ നേരം വരെ ഓടിച്ചാടി നടന്നതല്ലേ, അതിനിടയിൽ പെട്ടെന്ന് ഇങ്ങനെ അസുഖം വരാനാ. വിശപ്പ് തോന്നുന്നില്ല. ഞാൻ പിന്നെ പ്രസാദം കഴിച്ചായിരുന്നു, കരിക്കും വെള്ളം കുടിച്ചു, അതുകൊണ്ടാ. രാവിലെ മുതൽ പൂജാ സാധനങ്ങൾ ഒരുക്കാനും അവരെ സഹായിക്കാനൊക്കെ ഓടി നടന്ന് ക്ഷീണിച്ചു അല്ലേ? ഭഗവാന്റെ കാര്യത്തിന് എനിക്ക് എന്തെങ്കിലും ക്ഷീണം തോന്നാറുണ്ടോ? എന്തെങ്കിലും അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? അച്ഛൻ ചെന്ന് ഭക്ഷണം കഴിച്ചോളൂ. വയറ് നിറഞ്ഞതുകൊണ്ടാണ് ഞാൻ വേണ്ടെന്ന് പറയുന്നത്. ഇനി അതിനെ കുറിച്ച് ആലോചിച്ച് അച്ഛൻ തല ഉണ്ടാക്കണ്ട. ചെല്ലേ. എങ്കിൽ വരൂ ദേവേട്ട. രാധികയ്ക്ക് ഭക്ഷണം വേണ്ടാന്ന് പറഞ്ഞു. ഓ, അതുകൊണ്ട് ഇനിയിപ്പൊ നിങ്ങൾക്കും വേണ്ടായിരിക്കും. നമുക്ക് കഴിക്കാമേ. താമസം ഈ ഔട്ട് ഹൗസിലോട്ടായത് നന്നായി. അല്ലെങ്കിൽ ഇപ്പൊ ഇവള് ഭക്ഷണം കഴിക്കാത്ത കാര്യം ചോദിച്ച ആൾക്കാർ ക്യൂ നിന്നേനെ. സ്നേഹം കാണിച്ച ആൾക്കാരെ മയക്കിയെടുക്കാൻ പ്രത്യേക സിദ്ധി തന്നെ ഉണ്ട് അവൾക്ക്. എല്ലാവരും സ്നേഹിക്കുന്നത് അത് നല്ല കാര്യമല്ലേ അമ്മേ? അതിനെന്തിനാ കുറ്റപ്പെടുത്തുന്നത്? അവളെ ആരും ഇഷ്ടപ്പെടും. അതിനിങ്ങനെ പരാതി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. നീ ഭക്ഷണം എടുക്കേ സുധേ. ഒരിക്കലെടുക്കണമെന്ന് പറഞ്ഞാല് ആരും സമ്മതിക്കില്ല. പക്ഷെ ഞാനിത് ചെയ്ത് പൂർത്തിയാക്കും. കാരണം ഇത് വരുണ്ട ഭാവിക്ക് വേണ്ടിയാ. കൃഷ്ണ, വരുണൊന്നും വരുത്താതെ കാത്തോളണേ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.